ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റോ പോകാനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് പേര് കൂടിയ വർക്കൊക്കെ ഉള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്ന് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡ്രസ്സായിരിക്കുമല്ലോ ഇടുന്നത്. നിൽക്കുന്ന സമയത്ത് ഒന്ന് നോക്കണം ഫേസ്. മൊത്തത്തിൽ കറുത്ത പാടുകളും പുള്ളിയും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കട്ട ശോകമായിരിക്കും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറയും. എനിക്കങ്ങനെയാണ്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ് നോക്കുമ്പോൾ മൊത്തം പിമ്പിൾസും കറുത്ത പാടും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറയും. ഫസ്റ്റ് ഞാനിത് ഫൗണ്ടേഷൻ ഇട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് ക്ലിയർ ആക്കി എടുക്കുമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ സ്കിന്ന് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയറാണ്. ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു മേക്കപ്പ് ഇടാതാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് എൻ്റെ സ്കിന്നെന്ന് പറയുമ്പോൾ ഒരുപാട് എനിക്ക് പിമ്പിൾസ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ വെറുതെ ഇരിക്കത്തില്ല, പൊട്ടിക്കും മനസ്സ് പൊട്ടിക്ക് കൈ ഞാൻ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ പിമ്പിൾസിലോട്ട് പോകും. ഞാൻ അതിൻ്റെ കുത്തിഞ്ഞിരിക്കും, പൊട്ടിക്കും. അതിന് എന്തോ ശ്വാസം പിടിച്ച് കൊല്ലുക എന്ന് പറയില്ലേ, അതുപോലെ പൊട്ടിച്ച് വല്ലാതെ എൻ്റെ ഫേസ് അങ്ങ് വൃത്തികേടായി. ഇനി അതിൽ ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ വൃത്തികേടായി പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തു. പക്ഷേ അതിലൊക്കെ എനിക്കെന്തോ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ഷീണിച്ചിരിക്കുക, നമുക്ക് സുഖമില്ലാതെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി തളർന്നിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് കൂടുതലും യൂസ് ആകുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്, നമ്മുടെ പുറത്തൊക്കെ ഉള്ളവർക്ക്, അവർക്ക് ഇതെല്ലാം ചെയ്യാൻ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ജോലിക്കൊക്കെ പോയി ഓവർനൈറ്റ് ആയിട്ട് വീട്ടിൽ വരുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് ഒരുപാട് യൂസ് ആവുന്നൊരു പ്രോഡക്റ്റാണിത്. ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ കേരളത്തിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ പഞ്ചാബിലോട്ട് വന്ന സമയത്ത് ഞാൻ ഒരു ഹോം റെമഡീസും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫുൾ അങ്ങ് ഇതായിട്ടിരിക്കുന്നത്. പക്ഷേ ക്ലൈമറ്റ് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് ആയത് കൊണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് ഇവിടോട്ട് പഞ്ചാബിലോട്ട് വന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ ഒരു പിമ്പിളോ ഒരു ഡാർക്ക് സ്പോട്ടോ ഒന്നുമില്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു. അന്ന് കുറച്ച് നാൾ, ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു 2 വീക്കൊക്കെ ആയ സമയത്ത് ഫുള്ള് ഈ പിമ്പിൾസ് വരുമ്പോൾ പിന്നെ എൻ്റെ കൈ അങ്ങ് പറയണ്ട, ഉണ്ടാതിരിക്കത്തില്ല. ഞാനതിനങ്ങ് കുത്തിഞ്ഞിരിക്കി പൊട്ടിച്ച് കൊല്ലും. അങ്ങനെ മുഴുവൻ ഡാർക്ക് സ്പോട്ടായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാത്ത ഒരവസ്ഥയിലായിപ്പോയി എൻ്റെ ഫേസ്. അത് നിങ്ങൾക്ക് തമ്മിലിൽ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വീണ്ടും ഞാൻ നാട്ടിൽ വെച്ച് യൂസ് ചെയ്തിരുന്ന ആ പ്രോഡക്റ്റ് തന്നെ ഞാൻ വീണ്ടും മേടിക്കാൻ തീരുമാനിച്ചു. കാരണം എനിക്കൊരു ഒരുപാട് യൂസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നത് പർപ്പിളിൻ്റെ അടുത്താണ്. കാരണം ഞാൻ പർപ്പിളിൽ നിന്നാണ് എൻ്റെ എല്ലാ സാധനവും മേടിക്കുന്നത്. ഞാൻ ഹെയറിനായിരുന്നാലും സ്കിന്നിനായിരുന്നാലും ഇനി മേക്കപ്പ് ചെയ്യാനുള്ളതായിരുന്നാലും എല്ലാം പർപ്പിളിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. കാരണം നമുക്ക് പറ്റുന്ന വിലയ്ക്ക് നല്ല പ്രോഡക്റ്റാണ് പർപ്പിളിൽ കിട്ടുന്ന എല്ലാം. നമുക്ക് പറ്റുന്ന വിലയ്ക്ക് കിട്ടുന്ന നല്ല പ്രോഡക്റ്റാണ് കിട്ടുന്നതെല്ലാം. അങ്ങനെ ഞാൻ പർപ്പിളിൽ ഓർഡർ ഇട്ട് മേടിച്ച് യൂസ് ചെയ്തു. ഒക്കെ ഇപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. വേറെ ഒരു പ്രശ്നവും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോഴും മൂക്കുരു പൊട്ടിക്കുന്നുണ്ട്. മൂക്കുരു വന്നിട്ടുണ്ട്, ഞാൻ അപ്പോൾ തന്നെ അത് പൊട്ടിക്കും. അതെനിക്ക് എന്തൊക്കെ എന്നാലും ഞാനത് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. കൂടുതലും ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടാണോ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഈ മൂക്കുരു ഒരുപാട് അങ്ങ് തിങ്ങി വരുന്നത്. ഒരു സ്ഥലമില്ലാതെ തിങ്ങി വന്നു. അതും വലിയ കുരുക്കൾ, കുഞ്ഞൊന്നുമല്ല, വലിയ കുരുക്കളാണ്. അങ്ങനെ ഞാൻ ആലോചിച്ചു അതുകൊണ്ടാണോ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റേത് ഒരു ഓയിലി കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. ഞാനപ്പോൾ ഈ ഫൗണ്ടേഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തു. കുറച്ച് നാളല്ലേ ഒന്ന് നോക്കാം എന്ന് കരുതി ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തു.
ഈ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും എനിക്കിങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് നിന്ന്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, അതിനുശേഷം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലതുപോലെ ചേഞ്ച് വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഫൗണ്ടേഷൻ ആയിരുന്നു എൻ്റെ സ്കിന്നിൽ ഇത്രയും പിമ്പിൾസ് വരാനുള്ള കാരണം. അങ്ങനെ ഫൗണ്ടേഷൻ ഫുള്ള് മാറ്റി നിർത്തി ഞാൻ എന്നും രാത്രി എൻ്റെ ഫേസ്, ഇതൊരു നൈറ്റ് ക്രീമാണ്, എന്നും രാത്രി ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസറും ഇട്ട് അതിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ക്രീം എടുത്ത് ഫേസ് മുഴുവൻ ഇട്ട് നല്ലപോലെ ഫേസിലോട്ട് ഞാൻ നെക്കിലും ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ കളറ് നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട് ഫുള്ള് മാറുന്ന സമയത്ത് ഈ ഫേസിൻ്റെ കളറൊന്ന് നെക്കിൻ്റെ കളറൊന്നായിപ്പോൾ അതുകൊണ്ട് ഇട്ട് നല്ല ഇതായി ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് വളരെ ഞാൻ പറയുന്ന പ്രോഡക്റ്റ് എല്ലാം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറയത്തുള്ളൂ. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ മുന്നേ ഇത് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്കിൻ ക്രാഫ്റ്റ് ട്രൈ ചെയ്തു. ഇനി അവരുടെ ഫേക്ക് പ്രോഡക്റ്റ് ആണോ ഞാൻ യൂസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ട്രൈ ചെയ്തിട്ടും എനിക്ക് കൂടുന്നല്ലാതെ ഒരു മാറ്റവും വന്നില്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറി ഇത് യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് വാങ്ങി യൂസ് ചെയ്തത്. പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഡെർംഡോക്കിൻ്റെ 2% കോഞ്ചിക് ആസിഡ് ബ്രൈറ്റനിങ് ക്രീമാണ്, നൈറ്റ് ക്രീമാണ്. ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. എല്ലാവർക്കും ഉറങ്ങുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്ത് ഞാൻ വാഷ് ചെയ്ത ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. മോയ്സ്ചറൈസറും യൂസ് ചെയ്തിട്ട് ഇതിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് നൈറ്റ് പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങാൻ പറ്റും. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. യൂട്യൂബിലൊക്കെ ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ യൂട്യൂബിൽ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളിത് മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങി ഒരെണ്ണം മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ് ആകുന്നതെന്നാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.